ഹലോ. അല്ലെങ്കിൽ എല്ലാവർക്കും ഹിന്ദുക്കളുടെ കല്യാണം മുടക്കാനാണ് താല്പര്യം. അത് ചൊവ്വയായും മോദിയായും കവലയിലെ ചായക്കടക്കാനായും പല രൂപത്തിലാണ് വരുന്നത്. എൻ്റെ വീടിനടുത്തൊരു കടക്കാനുണ്ടായിരുന്നു. അയാളുടെ സ്ഥിരം പണി നാട്ടിലെ പയ്യന്മാരുടെ കല്യാണം മുടക്കുക എന്നുള്ളതായിരുന്നു. അതിനുവേണ്ടി അയാൾ കയ്യിൽ നിന്ന് കാശ് ചിലവാക്കി ബസ്സിൽ കയറി പെണ്ണിൻ്റെ വീട്ടിൽ പോയി അവനെ പറ്റി ഉള്ളതും ഇല്ലാത്തതും പറഞ്ഞു കൊടുക്കുന്നത് ഒരു ഹോബിയാക്കി മാറ്റിയ വ്യക്തിയായിരുന്നു. ഇങ്ങനെ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കിയിട്ടും ഏശാതെ നടന്നൊരു കല്യാണം ആ പെണ്ണ് നാട്ടിൽ വന്നപ്പോൾ അയാളെ പറ്റി പറഞ്ഞ് കേട്ടാണ് നാട്ടുകാരും പിള്ളച്ചേട്ടൻ്റെ ഈ സദ്ഗുണത്തെ പറ്റി അറിഞ്ഞത്. അപ്പോൾ പിള്ളച്ചേട്ടന് ഇതൊരു വിനോദമല്ലായിരുന്നു, മൃഗയാ വിനോദമായിരുന്നു. പാവപ്പെട്ട ആൺപിള്ളേരെ വേട്ടയാടി അവരുടെ കല്യാണം മുടക്കി ഒരു രസം കണ്ടെത്തുന്നത് അദ്ദേഹത്തിന് ശീലമായിരുന്നു. എന്തായാലും പിള്ളച്ചേട്ടൻ ചത്തുപോയി. അതുപോലെ മറ്റു പലരും ഇപ്പോൾ ഉദയം ചെയ്തിട്ടുണ്ടാവാം നാട്ടിൽ. ഇപ്പോൾ ഞാൻ നാട്ടിലില്ല, അതുകൊണ്ട് അവരെപ്പറ്റി ഇപ്പോൾ എനിക്ക് വ്യക്തമായ അറിവില്ല. എന്തായാലും ഇങ്ങനെയുള്ളവർ പല കാലത്തും പല ദേശങ്ങളിലും ഉണ്ടായിട്ടുണ്ട്, ഇപ്പോഴും ഉണ്ടായിട്ടുണ്ടാവാം. നിങ്ങൾക്ക് അങ്ങനെ ഉള്ളവരെ അറിയാമെങ്കിൽ അവരെപ്പറ്റി കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം നിങ്ങൾക്ക് ഞാൻ ചെയ്യുന്ന വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെന്നും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്നും വിശ്വസിക്കുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ അല്ലേ. എന്തായാലും 17-ന് ഗുരുവായൂരിൽ വെച്ച് കല്യാണം നടത്താമെന്ന് വിചാരിച്ചിരുന്നവരാണ് ഇപ്പോൾ ഗോവിന്ദാന്ന് വിളിച്ച് ഉത്തരം കിട്ടാതെ ഉത്തരം നോക്കി കിടക്കുന്നത്. എൻ്റെയും സുരേഷ് ഗോപിയുടെ മോളുടെയും കല്യാണം അപ്പുറത്തും ഇപ്പുറത്തായിട്ടാണ് നടക്കുന്നത് എന്ന് തള്ളിയവരാണ് ഇപ്പം സമയമാറ്റലിൻ്റെ പരവേശത്തിൽ വട്ടം കറങ്ങുന്നത്. സത്യസന്ധമായിട്ട് പറഞ്ഞാൽ അവരെ കൊണ്ട് ഇക്ഷ ഇഞ്ഞ ഇമ്മ വരപ്പിക്കുകയാണ്. കുറേയേറെ നിർദ്ദേശങ്ങൾ. 10 മണിക്ക് നടത്തേണ്ട കല്യാണം 5 മണിക്ക് നടത്തുക, 20 പേരിൽ കൂടുതൽ കയറാതിരിക്കുക, കയറുന്നവർക്ക് പ്രത്യേകം പാസ് കൊടുക്കുക, എന്തൊക്കെയാവുമോ എന്തോ. ഇനിയിപ്പോൾ സുരേഷ് ഗോപിയുടെ മോളുടെ കല്യാണത്തിൻ്റെ കൂടെ എൻ്റെയും കല്യാണം നടക്കാം എന്ന കഥ നൈസായിട്ടൊന്ന് മാറ്റി പ്രധാനമന്ത്രിക്ക് വേണ്ടി ഞാൻ എൻ്റെ കല്യാണം ഒരല്പം മുന്നിലേക്ക് മാറ്റി വെച്ചെന്നോ സമയം ഒരല്പം മാറ്റി പ്രധാനമന്ത്രിക്ക് സൗകര്യം ഉണ്ടാക്കി കൊടുത്തെന്നോ പറയാം. അതേ വഴിയുള്ളൂ. അല്ലെങ്കിലും എല്ലാ ദിവസവും ഒരുപോലെയാണെങ്കിൽ എത്ര ബോറായിരിക്കും ലൈഫ്. ഇപ്പോൾ പ്രധാനമന്ത്രി കാരണമാണെങ്കിലും ഈ ദിവസം ലൈഫിൽ എക്കാലത്ത് ഓർമ്മ നിൽക്കും. ജ്യോത്സ്യൻ കണക്ക് കൂട്ടി കിഴിച്ച് പറഞ്ഞു കൊടുത്ത മുഹൂർത്തം മാറ്റിവെക്കുക എന്നൊരു അത്ഭുത സംഭവമാണല്ലോ ഇപ്പോൾ നടന്നിരിക്കുന്നത്. പിന്നെ ചിലരൊക്കെ പറയും ക്ഷേത്രത്തിൽ വെച്ച് കല്യാണം നടത്തുകയാണെങ്കിൽ അത് മുഹൂർത്തത്തിൻ്റെ ആവശ്യമൊന്നുമില്ല, ഏത് സമയം വേണമെങ്കിലും കല്യാണം കഴിക്കാമെന്ന്. ആ ഒരു എക്സ്ക്യൂസും ഇവിടെ അവൈലബിൾ ആണ്, വേണ്ട രീതിയിൽ ഉപയോഗിക്കാം. അല്ലെങ്കിലും പ്രധാനമന്ത്രിക്ക് വേണ്ടി സ്വന്തം കല്യാണം മാറ്റിവെക്കുക എന്നത് രാജ്യത്ത് എല്ലാവർക്കും കിട്ടുന്ന അവസരമല്ല, ഇതൊരു അപൂർവ സൗഭാഗ്യമാണ് എന്ന് വേണം പറയാൻ. ഞാനിത്തരം പറഞ്ഞത് പ്രധാനമന്ത്രിയുടെ വരവ് മൂലം ബുദ്ധിമുട്ടിലായ ആ യുവമിഥുനങ്ങളെ, ആ യുവ വധൂവരന്മാരെ കളിയാക്കാനല്ല. പക്ഷേ 47-ൽ സ്വാതന്ത്ര്യം നേടിയ ഈ രാജ്യത്ത് ഇപ്പോഴും നമ്മുടെ സ്വാതന്ത്ര്യത്തിന് പല വിലങ്ങുതടികളും പല നിയന്ത്രണങ്ങളും ഉണ്ട് എന്ന് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി മാത്രമാണ്. സ്വാതന്ത്ര്യം എന്നത് ചില വിലക്കുകൾക്കിടയിലുള്ള ഒരു പ്രഹേളിക, ഒരു സ്വപ്നം മാത്രമാണ് നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക്. ഭാരതത്തിൽ സ്വാതന്ത്ര്യം എന്നത് വെറുമൊരു സങ്കല്പം മാത്രമായി മാറുന്നു എന്നതാണ് യാഥാർത്ഥ്യം. ജോർജ് ഓർവെൽ പറഞ്ഞതുപോലെ ഓൾ ആനിമൽസ് ആർ ഈക്വൽ, സം ആനിമൽസ് ആർ മോർ ഈക്വൽ ദാൻ അതേഴ്സ്. എല്ലാ മൃഗങ്ങളും തുല്യരാണ്. ചില മൃഗങ്ങൾ മറ്റു മൃഗങ്ങളെക്കാൾ കുറച്ച് കൂടുതൽ തുല്യരാണ്. കൂടുതൽ തുല്യരല്ലാത്ത കുറച്ചു മാത്രം തുല്യരായ എന്നെപ്പോലുള്ള നിങ്ങളെപ്പോലുള്ള മൃഗങ്ങൾക്ക് ഈ കിട്ടുന്ന സ്വാതന്ത്ര്യം തന്നെ ഒരു ഔദാര്യം എന്ന് കണക്കൂട്ടിയാൽ മതി. താങ്ക് യു.